ഹായ് എവരി വൺ, അസ്സാം വലൈക്കും. എന്താണ് എല്ലാവരും വർത്താനം? എല്ലാവർക്കും സുഖമല്ലേ? മാഷാ അല്ലാ, നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്നത്തെ പോലെ തന്നെ ചായക്കുള്ള വെള്ളം വെച്ചിട്ടാണ് നമ്മളെ അടുക്കളത്തെ പണികളൊക്കെ തുടക്കമിടുന്നത് കേട്ടോ. ഇന്നും അതേപോലെ തന്നെ. അപ്പോൾ വെള്ളമൊക്കെ തളിച്ചപ്പോൾ അതിലേക്ക് പൊടിയൊക്കെ മധുരമൊക്കെ ഇട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ദോശ ഒന്ന് ചുട്ടെടുക്കുക കേട്ടോ. തലേന്ന് കാക്കാക്ക് വേണ്ടി ചുട്ടെടുത്ത ദോശമാവ് ബാക്കി ഉണ്ടായിരുന്നു. ഇങ്ങനെ മക്കൾക്ക് മദ്രസക്ക് പോകുമ്പോൾ ചുട്ടെടുക്കല്ല വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് മാവ് 2-3 അപ്പത്തിനുള്ള മാവ് അവിടെ എടുത്ത് വെച്ചതായിരുന്നു. ഇന്നിപ്പോൾ ബേക്കറി ഐറ്റംസ് ഒന്നുമില്ല കേട്ടോ, ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 അപ്പം ഉണ്ട് ഏറിപ്പോയാൽ. അപ്പോൾ അതെന്നെ കൊടുത്തിട്ട് ഒന്ന് തിന്നാൻ പറഞ്ഞിട്ട് ഞാൻ മോറും ശരിയില്ല, ഞാനൊരു കഷ്ണം തിന്നോളാം, അത് തിന്നോളാം, ഇത് തിന്നോളാം പറഞ്ഞ് ഇരിക്കുകയാണ്. അങ്ങനെ ഏതായാലും ഒന്ന് എങ്ങനെയൊക്കെ തീറ്റിപ്പിച്ച് ചായക്ക് കുടിച്ചിട്ട് അവർ പോയിട്ടാ. മോള് പിന്നെ ആ ഒരു ലാസ്റ്റ് ചുട്ടൊരപ്പം ഉണ്ടല്ല, മുക്കാൽ ഭാഗമായിട്ട് നിൽക്കണം, അതും കൂട്ടിക്കാണ്ട് ഓളും പോയി. അങ്ങനെ ഏതായാലും മക്കൾ മദ്രസക്ക് പോയതിന് ശേഷം ഞാൻ തലേന്നത്തെ വേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ തലേന്നത്തെ വേസ്റ്റ് രാത്രി പിന്നെ ഇട്ടത്തൊന്നും പോയി തട്ടാൻ നിൽക്കില്ല, ഒന്നുകിൽ രാവിലെ തട്ടും. അപ്പോൾ ഇത് ഭയങ്കര സ്മെല്ലായപ്പോൾ ഞാൻ വേഗം പോയി തട്ടിയിട്ട് പിന്നെ ബാക്കിയുള്ള പരിപാടി നോക്കാമെന്ന് വിചാരിച്ചതാ. അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏതായാലും നമ്മളെ പണികളൊക്കെ തുടങ്ങുന്നതിന് മുന്നേ നമ്മളെ ചെടികളൊക്കെ ഒന്ന് സെറ്റ് ആക്കാനുണ്ട്. നമ്മൾ ഇൻഡോറിൽ വെച്ചിട്ടുണ്ടായിരുന്ന ചെടിയായിരുന്നല്ലോ ഈ മണി പ്ലാന്റ്. ഇത് ആകെ വൃത്തികേടായപ്പോൾ ഒരു ശീശം ഇതൊക്കെ വന്നപ്പോൾ ഞാൻ പുറത്തേക്ക് വെച്ചതാണ് കേട്ടോ. അപ്പോൾ നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട്. കുറച്ച് ദിവസം കൂടി അവിടെ നിൽക്കട്ടെ വിചാരിച്ച് ഒന്നുകൂടി തിക്കായതിൻ്റെ ശേഷം ഇൻഡോർക്ക് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഒന്ന് വെള്ളമൊക്കെ ഇട്ടുകൊടുത്ത് മണ്ണൊക്കെ ഇട്ടുകൊടുത്ത് സെറ്റ് ആക്കണം. അപ്പോൾ അതൊക്കെ കണ്ടില്ലെങ്കിൽ ഉഷാറായത്. ഇത് രണ്ടെണ്ണം പിന്നെ ഒന്നിങ്ങോട്ട് നമ്മൾ കുറച്ച് ദിവസം കൂടുമ്പോൾ കുറേ ദിവസം ഒന്ന് പുറത്ത് വെക്കും കേട്ടോ. അപ്പോൾ കണ്ടില്ല, പുറത്ത് വെച്ചപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കണ കണ്ടില്ല. പുതിയ ഇലയും കാര്യങ്ങളൊക്കെ വന്ന് തൂമ്പൊക്കെ വന്ന് പിന്നെ വ്യത്യാസം മനസ്സിലാവും നമ്മളെ വീഡിയോസ് ഡെയിലി കാണുന്നവർക്ക്. അപ്പോൾ ചട്ടിമേലൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് വെള്ളം പിന്നെ ചളിയൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്നിങ്ങോട്ട് തുടച്ച് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊക്കെ ഇങ്ങോട്ട് രാവിലെ എണീറ്റ് വരുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ്. ഇനിയിപ്പോൾ ഭയങ്കര സന്തോഷത്തോടു കൂടി നമുക്ക് നമ്മളെ കുക്കിംഗ് ആരംഭിക്കാം. അപ്പോൾ ഇന്നിതാ നമ്മൾ പൊരിച്ച പത്തിരിയാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാനിതാ റേഷൻ കടത്തെ അരിയാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ കഴുകിയിട്ടൊന്നുമില്ല, നല്ല തിളച്ച വെള്ളം എടുക്കണ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. നമ്മൾ കാസറോള് വേണം കേട്ടോ അത് എടുത്ത് വെക്കാനും വേണ്ടിയിട്ട്. എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇങ്ങോട്ട് ഇളക്കി കൊടുക്കുക. കാരണം ചുടുവെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ പിന്നെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും അരിക്ക്. അപ്പോൾ ഒന്ന് മിക്സാക്കി കൊടുത്താലാണ് എല്ലാ ഭാഗമൊക്കെ ഒന്ന് ഒരേപോലെ ഒന്ന് വെന്ത് റെഡിയായി കിട്ടുള്ളൂ. ഇനിയിപ്പോൾ അത് അവിടെ അടച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞ ശേഷം അത് റെഡിയാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ആ ഒരു അരമണിക്കൂർ കൊണ്ട് ഞാൻ അതിലേക്കുള്ള തേങ്ങ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്കുള്ള കറി ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. ചെറുപയർ കറിയാണ് റെഡിയാക്കി എടുക്കുന്നത്. ചെറുപയറാണെങ്കിൽ തലേന്ന് വെള്ളത്തിലിട്ടിട്ടില്ല. ആ കാര്യത്തിൽ ഞാൻ വളരെ മറവിക്കാരിയാണ് കേട്ടോ, വെള്ളത്തിലിടുന്ന കാര്യത്തിൽ. അപ്പോൾ അത് ഏതായാലും ഇട്ടില്ല വെച്ചാൽ പ്രശ്നമൊന്നുമില്ല. ചെറുപയർ ഒരു വിസലിൻ്റെ എണ്ണ കൂട്ടി അടുപ്പിച്ചാൽ മതിയല്ലോ. അപ്പോൾ അതേതായാലും അടുപ്പത്ത് വെച്ചെടുത്തിട്ട് അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊന്നും ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ലല്ലേ. അതിൻ്റെ ഇടയിൽ കാക്ക അങ്ങാടി പോയി മീനൊക്കെ വാങ്ങിച്ചിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. പുതിയാപ്പളക്കോരിയും അതുപോലെ കുഞ്ഞു മാന്തളാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതായാലും അതൊക്കെ ഒന്ന് നമുക്ക് ഇന്നത്തേക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കിയുള്ളതൊക്കെ ഒന്ന് ഓരോ ദിവസത്തിനായിട്ട് ഓരോരോ പാത്രത്തിലായിട്ട് അങ്ങനെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. വെള്ളം ഒഴിച്ചുകൊണ്ട് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ നല്ലൊരു പാത്രത്തിലാക്കിയിട്ട് ഇങ്ങനെ അടച്ചു കൊടുത്താലും മതി കേട്ടോ. ഞാൻ അപ്പോൾ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണില്ല. അപ്പോൾ ഏതായാലും അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ പൊരിച്ചപ്പത്തിൻ്റെ ഈ റെസിപ്പി ഉണ്ടല്ലോ, അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടാ. നല്ല അടിപൊളി ടേസ്റ്റാണ്, നല്ലോണം സക്സസ് ആവും. അങ്ങനെ സക്സസ് ആവാത്തവർക്കൊക്കെ ഞാൻ ഈ ഒരു പറഞ്ഞ അളവിൽ ഒന്ന് റെഡിയാക്കി എടുത്തു നോക്കി. അപ്പോൾ ഏതായാലും നമ്മൾ മീനൊക്കെ 3 പാത്രത്തിലാക്കി എടുത്തിട്ടുണ്ട്. ബാക്കി പുതിയപ്പളകോരിയും മാന്തളും നമ്മൾ എന്തൊക്കെ ആവശ്യത്തിനുള്ളത് ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മളെ ഈ ഒരു രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതേതായാലും ഫ്രിഡ്ജിലേക്കാണ് വെച്ചെടുത്തിട്ടുണ്ട്. ഫീസർക്കല്ല ഫ്രിഡ്ജിലേക്കാണ് വെച്ചെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഏതായാലും നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അരമണിക്കൂർ ടൈം ആയിട്ടില്ല. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മൾ ഇന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ തലേ ദിവസത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും, നമ്മൾ പിന്നെ വെണ്ടക്ക നട്ടിട്ടുണ്ടായിരുന്നല്ലോ, മാറ്റി നട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. അതൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട്. വാട്ടും കാര്യമൊന്നുമില്ല. പിന്നെ ഇപ്പോഴാണെങ്കിൽ രാവിലെ ആ ഒരു നേരത്തെ വെയിലൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ എന്ത് സാധനം മാറ്റി ഇങ്ങനെ നടുമ്പോൾ ഏറ്റവും നല്ലത് വൈകുന്നേരം നട്ടുകൊടുക്കണം കേട്ടോ. എനിക്ക് ഇങ്ങനെ തോന്നുന്നു വൈകുന്നേരം നട്ടുകൊടുക്കണം നല്ലത്. ഒരു രാവിലെ തന്നെ നമ്മൾ ആ ഒരു പണിക്ക് നിന്നാൽ രാവിലെ നട്ടുകൊടുത്ത് പിന്നെ നല്ല ഉച്ചക്കുള്ള വെയിലൊക്കെ, ഏത് വെയിലത്ത് വെച്ചില്ലെങ്കിൽ ഒരു ഉച്ചക്കുള്ള ആ ഒരു ചൂടൊന്നും തട്ടിയിട്ട് ക്ഷീണം പറ്റും. വൈകുന്നേരം വെക്കുമ്പോൾ ആ വൈകുന്നേരം പിന്നെ നേരെ വെളുക്കോളം ഒരു തണുപ്പും തട്ടിയിലൊക്കെ എടുക്കണത്. പിന്നെ ഉച്ച
ആവണ്ടേ. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുകൊണ്ട്. അപ്പോൾ ഏതായാലും ഇതാ ഇപ്പോൾ സമയം ഒരു അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഒരു പകുതി കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അരി നല്ല കുതിർന്ന് ഒരു വേവായിട്ട് വന്നിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് കഴുകിയെടുക്കണം. നമ്മൾ കഴുകാതെ അല്ല വെള്ളത്തിലിട്ട് വെച്ചത്. അപ്പോൾ ഇതാ ഇനിയിപ്പോൾ അതൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ മിക്സിയുടെ ജാറൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഒറ്റ ജാറിൽ തന്നെ നമ്മളെ അരി കൊണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഒരു ഗ്ലാസ് വെള്ളം ഉണ്ട്, ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ അരച്ചെടുത്തപ്പോൾ ഉള്ള കോലം കണ്ടില്ലേ, വെള്ളം ഏറി പോവരുത് കേട്ടോ, പാകത്തിന് അരച്ചെടുത്താൽ മതി. പിന്നെ അരച്ചെടുക്കുമ്പോൾ നല്ലോണം ഇങ്ങോട്ട് പിന്നെ അരടൊന്നുമില്ല, കുറച്ചൊരു തരിതരിയോട് കൂടിയിട്ട് അരച്ചെടുത്താൽ മതി. അപ്പോൾ അതേതായാലും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ തേങ്ങ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് ചെറിയ ഉള്ളിയും വലിയ ജീരകമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതാ നല്ലോണം ഒന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത്. ചെറിയ ജീരകം പിന്നെ ചെറിയ ഉള്ളിൻ്റെ അളവൊക്കെ അതിൻ്റെ ചോയ ഇഷ്ടപ്പെടുന്നതിന് അനുസരിച്ച് അളവ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇതാ അതിലേക്ക് നമ്മൾ 1 കപ്പ് അരിപ്പൊടിയും 1/4 കപ്പ് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് കറക്റ്റ് അളവാണ് കേട്ടോ, ഞാൻ വേറെ ഒന്നും മിക്സ് ആക്കി കൊടുത്തിട്ടില്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് തന്നെ വേണം നമ്മളിത് കുഴച്ചെടുക്കാനും വേണ്ടിയിട്ട്, എന്നാലാണ് റെഡി ആയി കിട്ടുള്ളൂ. സ്പൂണൊന്നും വെച്ചിട്ട് ചെയ്യരുത്. അപ്പോൾ ഇതാ നമുക്ക് വേറെ പൊടിയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വന്നില്ല കേട്ടോ, കറക്റ്റ് ആയിരുന്നു അത്. ഇനി നമുക്ക് ഒരു ഇല അല്ലെങ്കിൽ കവറോ വാഴൻ്റെ ഇല എന്തെങ്കിലും ഒരു ഇല വേണം. അപ്പോൾ ഞാനിതാ പൊടിയനത്തിൻ്റെ ഇല എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ തൊടുക്ക്. അപ്പോൾ ഒരു 3 പൊടിയനത്തിൻ്റെ ഇല എടുത്തിട്ടുണ്ടെന്നാൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ തീർക്കല്ല വിചാരിച്ചിട്ട്. അപ്പോഴാണ് കറിവേപ്പിന്മാർ എങ്ങനെ എൻ്റെ മുഖത്തൊക്കെ ചിരിച്ചുകൊണ്ടിരിക്കണത് കണ്ടത്. അപ്പോൾ ഞാനിത് ആദ്യം വന്നൊരു 3-4 അല്ലി കറിവേപ്പിൻ്റെ ഇല എടുത്തിട്ടുണ്ട്. നമുക്ക് കറിക്കും മീനുക്കും പൊരിക്കണിക്കൊക്കെ ഇട്ട് കൊടുക്കല്ല വിചാരിച്ചിട്ട്. കറിവേപ്പിനൊക്കെ ഇപ്പോൾ ഇവിടെ പഞ്ചാണ് കേട്ടോ. ഇപ്പോൾ മഴയൊക്കെ ഒന്ന് പെയ്തപ്പോൾ ഇതൊക്കെ ഓരോ ഭാഗത്തുള്ള കറിവേപ്പിന്മാരൊന്ന് ഉഷാറായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അതിന് നുള്ളി എടുക്കലും പുഴി വരലും ഒക്കെ കൂടെയൊക്കെ ആയിട്ട് തീരുമാനമാവും വേഗം. അപ്പോൾ ഏതായാലും ഇതാ പൊടിയൻ്റെ ഇലയൊക്കെ നല്ലോണം കഴുകിയെടുത്ത് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുപ്പിക്ക് വെളിച്ചെണ്ണ എടുത്തത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലേശം ഒരു പാത്രത്തിൽ ഇങ്ങോട്ട് എടുത്തതാണ്. അപ്പോൾ അത് കൈമലാക്കിയിട്ട് വേണം നമ്മളിത് മിക്സാക്കി എടുക്കാൻ, ഓരോ ഉരുളാക്കി എടുക്കാൻ, അല്ലെങ്കിൽ കൈൻ്റെ അടിയിൽ ഒട്ടും കേട്ടോ. അപ്പോൾ ഒട്ടാതിരിക്കാനാണ് നമ്മൾ വെളിച്ചെണ്ണ ആക്കുന്നത്. ഇനി വെളിച്ചെണ്ണ ഇതൊക്കെ എണ്ണമെഴുക്ക് പറ്റാത്തവരാണെങ്കിൽ കുറച്ച് വെള്ളം കയ്യിലാക്കിയിട്ട് അങ്ങനെ റെഡിയാക്കി എടുത്താലും മതി. ഞാനിതാ വെളിച്ചെണ്ണ ആക്കിയിട്ട് ഒന്നിങ്ങോട്ട് കൈ വെച്ചിട്ട് പ്രസ്സാക്കി കൊടുക്കാനുണ്ട്. അപ്പോൾ കൈയിൻ്റെ വിരൽ വെച്ച് ആക്കുമ്പോൾ വിരലിൻ്റെ അടയാളം വരികയാണ്. അപ്പോൾ കൈയിൻ്റെ ഉള്ളനടി ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഇങ്ങനെ വട്ടത്തിലാക്കി കൊടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ ഷേപ്പും കാര്യങ്ങളും കട്ടിങ് കാര്യങ്ങളൊക്കെ നമ്മളെ ഇഷ്ടത്തിനാണ്ട് ആക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിതാ ഈ ഒരു മോഡലിലാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അങ്ങനെ 3 ഇലയിലാക്കിയിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഏതായാലും പൊരിക്കൽ തുടങ്ങാം കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ പൊരിക്കാൻ എടുത്തിട്ടുള്ള ചട്ടി മക്കളെ വെള്ളപ്പച്ചട്ടിയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി വെളിച്ചെണ്ണ കുറച്ച് ആവശ്യം വരുള്ളൂ. ഏതായാലും ഓരോന്നിച്ചല്ലേ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വെളിച്ചെണ്ണ കുറച്ചെടുത്താൽ മതിയല്ല വിചാരിച്ചിട്ട് ഞാൻ ഈ ഒരു വെള്ളപ്പച്ചട്ടി എടുത്താണ്. പക്ഷെ നല്ല ഉഷാറുണ്ട് കേട്ടോ പൊരിച്ചെടുക്കാൻ. പക്ഷെ ഞാൻ നമ്മൾ വെളിച്ചെണ്ണ ടിന്നിൽ വെളിച്ചെണ്ണ എടുത്തതില്ലാത്തതുകൊണ്ട് വലിയ ടിന്നോട് കാക്കണ്ട് എടുത്ത് തന്നതൊന്നും നമ്മൾ വീഡിയോ ആക്കി എടുക്കാൻ നിന്നിട്ടില്ല. അപ്പോൾ ആ ഒരു വലിയ ടിന്നിൽ നിന്ന് ചെറിയ ടിന്നൊക്കെ ഒഴിച്ചിട്ട് വേണം. നന്ന വലിയ ടിന്നിൽ നിന്ന് 5 കിലോൻ്റെ ടിന്നൊക്കെ ഒഴിച്ച് അതിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ടിന്നൊക്കെ ഒഴിച്ചിട്ട് വേണം. അപ്പോൾ അതിനൊന്നും നേരില്ലാത്തത് ഞാൻ ഡയറക്റ്റ് ഇതിക്കാട് ഒഴിച്ചു കൊടുത്തപ്പോൾ കുറച്ച് നിറഞ്ഞ് നിന്നും ചെയ്തു. അപ്പോൾ മറിച്ചിട്ട് കൊടുക്കുമ്പോൾ വെളിച്ചെണ്ണ തെറിച്ച് പോകട്ടെ. അല്ലാതെ നമ്മൾ ഈ ഒരു രീതിയിൽ ചുട്ടെടുത്തിട്ട് ഇതാ ഒരു തുള്ളി വെളിച്ചെണ്ണ പോലും പൊട്ടിക്കാണ്ടുണ്ടാവില്ല വെളിച്ചെണ്ണ കുടിച്ചില്ല. അങ്ങനത്തെ ഒരു ഇതൊന്നും നമുക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴേക്കാണെങ്കിൽ കൈമ തട്ടും. പിന്നെ വീഡിയോ എടുക്കുമല്ല, കൈമ തട്ടില്ല ഉള്ളതിൽ ഞാനത് ഇടും. അപ്പോൾ ഇടുമ്പോൾ കണ്ടില്ല വെളിച്ചെണ്ണ അത് തെറിക്കണ്. അപ്പോൾ അങ്ങനെ കുറച്ച് വെളിച്ചെണ്ണ മിസ്സായിട്ടാണ്. അല്ലാതെ ഇത് ചുട്ടെടുക്കാൻ നല്ല ഉഷാറുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ മതി. ഇതിപ്പോൾ കണ്ടാൽ തോറുണ്ട് വിചാരിച്ചും, കാരണം കുഞ്ഞു പാത്രമല്ലേ. അപ്പോൾ ഏതായാലും ഇത്ര തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പിന്നെ എനിക്ക് 1-2 അങ്ങനെ വെളിച്ചെണ്ണ തെറിച്ച് പോയിട്ടുള്ളൂ. പിന്നെ ഞാൻ വീഡിയോ ഒക്കെ ഓഫാക്കി ബാക്കിയുള്ളതൊക്കെ നല്ല സമാധാനത്തോടു കൂടി ചുട്ടപ്പോൾ പിന്നെ വെളിച്ചെണ്ണ ഒന്നും പോയിട്ടില്ല. അങ്ങനെ ഇപ്പോൾ നിങ്ങൾ കണ്ടില്ല വീഡിയോയിൽ നമ്മൾ പിന്നെ പൊരിച്ചപത്തി നല്ല പൊള്ളിച്ചിങ്ങോട്ട് വന്നിട്ടുണ്ട്. പൊട്ടിയൊക്കെ പിടിച്ചിട്ട് ഒന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം അതിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇങ്ങോട്ട് തീ കുറച്ച് എടുക്കുക. അപ്പോൾ ഞാൻ അത് വേവുന്ന ടൈമിൽ ഞാൻ ബാക്കിയുള്ളതൊക്കെ അത് ഇലയിലാക്കി ഇങ്ങനെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ 3 ഇല ഉണ്ടായാലും നമുക്ക് പണി എളുപ്പമാവില്ല വിചാരിച്ചിട്ടാണ് കേട്ടോ 3 ഇല എടുത്തിട്ടുള്ളത്. അപ്പോൾ കണ്ടില്ലേ നമ്മൾ വെളിച്ചെണ്ണ പോയത് ഞാൻ ഇട്ട് കൊടുക്കുന്നതിനനുസരിച്ച് തുള്ളി പോയതാണ് കേട്ടോ. അതൊക്കെ വെളിച്ചെണ്ണ ചട്ടിയിട്ട് അനങ്ങിയിട്ടില്ല. ഈ തുള്ളി പോയ വെളിച്ചെണ്ണയാണ് ചട്ടിയിൽ നിന്ന് ഒഴിഞ്ഞിട്ടുള്ളത്. അല്ലാതെ പൊരിച്ചിട്ട് നമുക്ക് വെളിച്ചെണ്ണയെ ചിലവായിട്ടില്ല കേട്ടോ. വെളിച്ചെണ്ണ പിടിക്കണേ അല്ല ഈ ഒരു പൊരിച്ച പത്തിരിയിൽ, പൊട്ടിയിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ ഞാനിതൊന്ന് മുറിച്ചിട്ട് കാണിച്ച് തരാം. കണ്ടില്ലേ നല്ല ഉള്ളൊക്കെ നല്ല പൊള്ളിച്ച് നിൽക്കണ കണ്ടില്ലേ.
അപ്പോൾ ഈ ഒരു പിന്നെ അളവിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടാ. എന്നിട്ട് നിങ്ങൾ അഭിപ്രായം പറയാൻ മറക്കരുത്. ഇനിയിപ്പോൾ ഏതായാലും നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി നോക്കട്ടെ. അപ്പോൾ ഇതിലേക്ക് ചിക്കൻ കറി ആയിക്കാരട്ടെ ഏറ്റവും ബെസ്റ്റ്. ചിക്കൻ കറി ബീഫ് കറി ഒക്കെ ആയിരിക്കും നമുക്ക്. അല്ലെങ്കിൽ ഞാൻ ഉരുളക്കിഴങ്ങ് സ്റ്റൂ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് പൊട്ടറ്റോ സ്റ്റൂ ഉണ്ടാക്കാം. അപ്പോൾ നോക്കുമ്പോൾ അതൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മളെ കയ്യിൽ ആകെ ചെറുപയറുള്ളായിരുന്നു. പക്ഷേ ചെറുപയർ കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടെ അമ്മയും മക്കളൊക്കെ കറി കൂട്ടാതെ ഒറ്റക്ക് തിന്നിട്ട് അവർക്ക് അതാണ് ഇഷ്ടമായത്. അതും ചൂടുള്ള കട്ടൻ ചായയും മധുരമുള്ള കട്ടൻ ചായയും കൂടി കൂട്ടിയിട്ട് കഴിച്ചു. ഞാനും കാക്കിയും കറിയും കൂട്ടിയിട്ട് കഴിച്ചു കേട്ടോ. അപ്പം രണ്ട് മോഡലും നല്ല ടേസ്റ്റ് ഉണ്ട്. ഏത് കറിക്കും കൂട്ടാൻ തോന്നുന്നുണ്ട് കേട്ടോ. പൊരിച്ചപത്തിരിയും നമ്മൾ ഫോണിൽ ചാർജൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ പിന്നെയുള്ള വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ മോളാണ് പാത്രങ്ങളൊക്കെ കഴുകി തന്നത്. ഒരുപാട് ഉണ്ട് കഴുകാൻ. പിന്നെ ഞാനിതാ ഗ്യാസ് അടുപ്പൊക്കെ നല്ലോണം ഒന്ന് മെനക്കെട്ടിട്ട് തന്നെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. കാരണം എണ്ണ പോയതല്ലേ. അപ്പോൾ നല്ല സോപ്പ് ഇട്ടിട്ട് വേണം ഒന്ന് ക്ലീൻ ആക്കി എടുക്കാൻ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അടുക്കള ക്ലീൻ ആക്കലൊക്കെ കഴിഞ്ഞ് കർമ്മത്തിമ്മ അവിടെ കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്നത്. നമ്മളെ ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു. അപ്പോൾ ഇനി അകൊക്കെ ഒന്നാണ്ട് തട്ടിക്കൊട്ടി ഒന്ന് അടിച്ചു വാരി എടുക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ അയൽവാസത്തെ കുട്ടി വന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാം. അടക്ക പൊളിക്കാനും വേണ്ടി അടക്ക പൊളിക്കണ കത്തി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുന്ന് തരാനും വേണ്ടി എന്നിട്ട് അവനെ വിളിച്ചത്. അങ്ങനെ ഏതായാലും ഇതാ നമ്മൾ അടിച്ചു വാരലൊക്കെ കണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുക്കളൊക്കെ ക്ലീനാക്കി ഗ്യാസ് അടുപ്പൊക്കെ ഇതാ നല്ല കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ. അതൊക്കെ ഒന്ന് ഉണങ്ങാനും വേണ്ടി വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണങ്ങി ഗ്യാസ് അടുപ്പൊക്കെ ഒന്ന് സെറ്റാക്കി ഇനിയിപ്പോൾ അതാ ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുകയാണ്. കർമ്മത്തി തേങ്ങ അരച്ചിക്കാണ്ടുള്ള കറിയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള തക്കാളിയും പച്ചമുളകും ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് ഉപ്പും മുളകും മഞ്ഞളും ഒക്കെ ഇട്ടിട്ട് ഇതാ നമ്മൾ കർമ്മത്തി വേവിക്കാനും വേണ്ടി ഇതാ വെച്ചിട്ടുണ്ട്. പിന്നെ മറ്റടുപ്പത്ത് ഇതാ നമ്മൾ ചോറും തീമലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇനി അതൊക്കെ ഒന്ന് വെന്ത് റെഡിയായി വരുമ്പോഴേക്കും നമുക്ക് മീനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം. അപ്പോൾ അതിലേക്കുള്ള വെള്ളമൊക്കെ എടുത്ത് കത്രികയൊക്കെ എടുത്ത് നമ്മളിതാ ഇറങ്ങിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ മോളോട് തുടച്ചരുമെന്ന് ചോദിച്ചപ്പോൾ ഒരു മടിയും കാര്യമൊക്കെ ഉണ്ട്. അപ്പം ഞാനിതാ തുടക്കണം മോപ്പൊക്കെ എടുത്തിട്ട് ബക്കറ്റിൽ വെള്ളമൊക്കെ നിറച്ചുകാണ്ട് ഡൈനിങ് ഹാളിൽ കൊണ്ടുപോയി കൊടുക്കാൻ വിചാരിച്ചിട്ട്. അപ്പോൾ സോപ്പിട്ടാലോ ഒന്ന് തുടച്ചെന്നൊക്കെ പോലെ സോപ്പിട്ടാൽ വേഗം ആൾ പറഞ്ഞാൽ കേൾക്കൂട്ടോ. എൻ്റെ കൂടെ പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ടൊന്നും പോകില്ല. പിന്നെ കേൾക്കും. ഞാൻ എപ്പോഴും പിന്നെ അങ്ങനത്തെ പണിയൊന്നും എടുപ്പിച്ചാലും ഇല്ല കേട്ടോ. എന്തെങ്കിലും എനിക്കൊരു മടി തോന്നുമ്പോൾ ഞാൻ ഒന്ന് തുടച്ചരോ എന്നൊക്കെ ചോദിക്കുള്ളൂ. അപ്പോൾ ഏതായാലും ഞാൻ റൂമിൽ ഉണ്ടിച്ചിട്ട് അവിടെയൊക്കെ തപ്പി നോക്കിയിട്ട് അപ്പോൾ ആളെ കാണാല്ലേ. അപ്പോൾ ആൾ മേലായിരുന്നു കേട്ടോ. ഫോൺ കണ്ടിരിക്കുന്നു. അപ്പോൾ പാത്രമൊക്കെ ഒരുപാട് കഴുകി തന്നു അവിടെയൊക്കെ വൃത്തിയാക്കി തന്നപ്പോൾ ഞാൻ കുറച്ച് നേരം ഫോൺ കാണാൻ വേണ്ടി കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ആൾ ഇതൊക്കെ മേലിൽ ഇങ്ങനെ ഇറങ്ങി വരികയാണ്. മേലെ പാട്ടിട്ട് ഡാൻസ് കളിക്കുകയാണ് ആളെ പരിപാടി. അപ്പോൾ തുടച്ച് തരുമല്ലേ നല്ല കുട്ടിയല്ലേ ചോദിച്ചപ്പോൾ എന്നോട് തുടച്ച് തരൂല ഡിസ്ലൈക്ക് ഞാനിത് കാണിക്കുന്നുണ്ട്. പിന്നെ ആൾ ഞാൻ തുടച്ച് തരാൻ ആളവിടെ തുടക്കണുണ്ട്. അപ്പം ഞാൻ ഏതായാലും പിന്നെ മീൻ കട്ട് ചെയ്യണ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനത്തെ മീനൊക്കെ കട്ട് ചെയ്ത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉമ്മ ചക്ക ഇതൊക്കെ വേവിക്കാനും വേണ്ടി വെച്ചതുണ്ടാവും. നല്ല ചെനച്ച ചക്കട. അപ്പോൾ ഉമ്മക്ക് തിന്നാൻ കഴിയൂല. അപ്പോൾ ഒന്ന് വേവിച്ചുകാണ്ട് തിന്നാൻ വിചാരിച്ചിട്ട് അത് അടുപ്പത്ത് വെച്ചതാണ്. അങ്ങനെ ഇതൊക്കെ ഓരോ മുളും മഞ്ഞളും ഉപ്പൊക്കെ ഇട്ടുകാണ്ട് കായം പറ്റി വെച്ചിട്ടുണ്ട്. മറ്റേത് ഇനി ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടതൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കറി ഒന്ന് തേങ്ങ അരച്ചതൊക്കെ ഒന്ന് ഇട്ടിട്ട് കറി ഒന്ന് സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ അതിലേക്ക് ഇതാ പുളിയൊക്കെ പിഴിഞ്ഞ് ആ പുളിവെള്ളം പിന്നെ ഇത് മിക്സിയുടെ ജാർക്ക് ഒഴിച്ചിട്ട് ഒന്ന് കുലുക്കിയിട്ട് ഇതായിക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കറി ഇവിടെ സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ കറിവേപ്പിനയിലും ചീനാമുളകും തക്കാളിയൊക്കെ ഇട്ടിട്ട് നമ്മളെ മാന്തളൊന്ന് വറ്റിച്ചെടുക്കണം. വറ്റിച്ചിട്ട് ഒന്ന് എണ്ണയിൽ പൊരിച്ചെടുക്കാൻ വിചാരിച്ചിട്ടാണ്. കുഞ്ഞു മാന്തളാണ്. ഞാൻ കറി വെക്കല്ല വിചാരിച്ചിട്ട് എടുത്തതിന്. അപ്പോഴാണ് അമ്മ പിന്നെ കർമ്മത്തി കൊണ്ടുവന്നത്. അപ്പോൾ പിന്നെ അതിന് കർമ്മത്തി കറി വെക്കാൻ വിചാരിച്ചിട്ടോ. അങ്ങനത്തെ കർമ്മത്തി കറിയൊക്കെ തിളച്ച് വന്നപ്പോൾ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കറി ഒന്ന് വറവിട്ടെടുക്കണം. അങ്ങനെ ഏതായാലും ഇതാ അടുപ്പത്ത് കുഞ്ഞു വെള്ളം ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. കുറച്ച് വെള്ളം, കുഞ്ഞു വെള്ളം എന്നാണ് പറഞ്ഞത്, സോറി, കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ ഒരു കയ്യിലത്തെ. കാരണം കുഞ്ഞു മാത്രമല്ല പെട്ടെന്ന് വേഗം ചെയ്യും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചോറൊക്കെ വെന്ത് അതൊക്കെ ഊറ്റിയെടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ പിന്നെ അതൊക്കെ മീൻ പൊരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് എടുക്കൂല കേട്ടോ. 3 അടുപ്പ് കൊണ്ട് ഓണാക്കിയിട്ട് നമ്മൾ പണികളാണ് പെട്ടെന്ന് അവിടെ തീർക്കും. ഒന്ന് കഴിഞ്ഞിട്ട് അടുത്ത് എടുക്കാന്നുള്ള പരിപാടി നോക്കൂല കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഇന്നിപ്പോൾ വൈകുന്നേരം വരെ നമ്മൾ അടുക്കളയിൽ നിൽക്കേണ്ടി വരും. അപ്പോൾ ഓരോന്നോരോന്നാണ്ട് വേഗം അടുപ്പത്ത് കണ്ട് ആക്കി ഒക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മീനൊന്ന് പൊരിച്ചെടുക്കണം. ഒരടുപ്പത്ത് മാന്തള വറ്റിക്കാൻ വെച്ചിട്ടുണ്ട്. ഒരടുപ്പത്ത് മീൻ പുതിയാപ്പിളക്കോര പൊരിക്കാനും വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ ഒരടുപ്പ് ബാക്കിയുണ്ട്. ആ ഒരടുപ്പത്ത് ഇതൊക്കെ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കറി ഒന്ന് വറവിട്ടെടുക്കുകയാണ് കേട്ടോ. കടുകും കറിവേപ്പിലയും പിന്നെ നമ്മൾ ഉണക്കമുളകും ഇട്ടിട്ടാണ് നമ്മൾ കറി വറവിട്ട് എടുക്കുന്നത്. അപ്പോൾ അതാ കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ മീൻ പൊരിക്കലിൻ്റെ ഇടയിൽ ഞാൻ അവിടുത്തെ പാത്രം കഴുകാനുള്ളതൊക്കെ കഴുകി വെക്കുന്നുണ്ട്. ക്ലീൻ ആക്കുന്നുണ്ട്. അതൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ വീഡിയോയിൽ എല്ലതും ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളൂ. പിന്നെ
പിന്നെ ആ ഒരു ടൈം പറ്റി നമ്മളിങ്ങനെ അവിടെ നിൽക്കണ്ടല്ലോ. അപ്പോൾ ഓരോരോ ഭാഗത്തുനിന്ന് പണികൾ അങ്ങനെ തീർക്കുക. പിന്നെ നമുക്ക് വർക്ക് ഏരിയ പിന്നെ നന്നാക്കിയിട്ട് നമ്മൾ കുഴങ്ങൂല കേട്ടോ. കുഞ്ഞു വർക്ക് ഏരിയ ആയതുകൊണ്ട് നമുക്ക് നമ്മൾ പണികളൊക്കെ പെട്ടെന്നാണ് തീരും കേട്ടോ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുക്ക് ചെയ്യുമ്പോഴും വീഡിയോ എടുക്കുമ്പോഴും സ്റ്റാൻഡ് വെക്കാനും ആണല്ലോ ഒരു സ്ഥലം. അപ്പോഴൊക്കെയാണ് ഒരു ബുദ്ധിമുട്ട് വരിക. അല്ലാഞ്ഞാൽ നമുക്ക് നമ്മളെ പണിയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീർക്കാനും വേണ്ടി പറ്റും. അപ്പോൾ ഇത് നമ്മളെ പുതിയാപ്പിളക്കോര ഇതാ പൊരിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ മാതള പറ്റിച്ചെടുത്തത് ഇതാ ഈ ഒരു വെളിച്ചെണ്ണയിൽ തന്നെ ഒന്നിങ്ങോട്ട് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. ആ ഒരു പിന്നെ വെളിച്ചെണ്ണ ഒരു ചായട്ടാൻ വേണ്ടി ഒന്ന് പൊരിച്ചെടുക്കണുള്ളൂ. വല്ലാണ്ട് നെരിക്കാൻ വയ്യ, കുഞ്ഞു മാന്തളല്ല. അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ കുക്കിംഗ് പരിപാടിയൊക്കെ അവിടെ സെറ്റായിട്ടുണ്ട്. അപ്പം ഇന്ന് മോള് ഒരുപാട് ഹെൽപ്പ് ചെയ്തതുകൊണ്ട് എനിക്കിന്ന് പണികളൊക്കെ പെട്ടെന്ന് തീർക്കാൻ പറ്റി. അപ്പോൾ ഇത്രയൊക്കെ നമ്മുടെ ഇന്നത്തെ വിശേഷവും കാര്യങ്ങളും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റ് ആക്കാനും കൂടി മറക്കരുത് കേട്ടോ. ഇനിയിപ്പോൾ ഏതായാലും ഇതാ കുളിക്കൽ, നിസ്കരിക്കൽ, ചോറിക്കൽ ഇതൊക്കെയാണ്. അപ്പോൾ ഓക്കെ.